എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തകപരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് പരിചയപ്പെടുത്തട്ടെ. ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ. പഴയ പ്രതാപമെല്ലാം ഇന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും ചിലതെല്ലാം ബ്രിട്ടനിൽ ഗ്രേറ്റായി എന്നുമുണ്ട്. അവയിലൊന്നാണ് സ്ട്രാറ്റ്ഫോർഡ്, വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മനാട്. അവിടെ സഞ്ചാരികളുടെ തിരക്കൊഴിഞ്ഞ നേരം ഇപ്പോഴും ഇല്ല. ഷേക്സ്പിയർ ഭവനം സാഹിത്യാസ്വാദകരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ഇന്നും. 18ാമത്തെ വയസ്സിൽ നിത്യവൃത്തിക്ക് വേണ്ടി അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. പക്ഷേ ആ മഹാന്റെ ഉള്ളിലെ പ്രതിഭ അണഞ്ഞുപോയില്ല. അങ്ങനെ ലണ്ടനിലെ ഒരു തിയേറ്ററിൽ അദ്ദേഹം അഭിനേതാവായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആ സാഹിത്യ ഗംഗയെ തടയാൻ പ്രതിസന്ധികളുടെ ഒരു മഞ്ഞുമലയ്ക്കും സാധിച്ചില്ല. ആദ്യം ചെറു കവിതകളുടെ അരുവിയായി തുടങ്ങിയ അത് വളരെ പെട്ടെന്ന് നാടകങ്ങളിലൂടെ ഒരു മഹാപ്രവാഹമായി വർദ്ധിച്ചു. വിശ്വത്തെയാകെ അത്ഭുത സ്തബ്ധമാക്കിയ സാഹിത്യപ്രവാഹം. 1616 ഏപ്രിൽ മാസങ്ങളിൽ ആ മഹത്തായ ജീവിത നാടകത്തിന് തിരശ്ശീല വീണു. സ്കോട്ട്ലൻഡിലെ രാജാവായ ഡ്യുങ്കന്റെ പട്ടാള ജനറൽമാരാണ് മാക്ബത്തും ബാൻക്വോയും. അവർ നാടിനു വേണ്ടി ഒരു യുദ്ധം നടത്തി വിജയശ്രീലാളിതരായി മടങ്ങുകയായിരുന്നു. നിബിഡമായ ഒരു വനപ്രദേശത്തു കൂടിയായിരുന്നു അവർ നടന്നിരുന്നത്. പെട്ടെന്ന് 3 യക്ഷികൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ മാക്ബത്തിനെ ഭാവി രാജാവേ എന്ന് വിളിക്കുകയും ബാൻകോവിലെ രാജാവിൻ്റെ അച്ഛൻ എന്ന് സംബോധന ചെയ്ത് മറയുകയും ചെയ്തു. അവർ രണ്ടുപേരും സ്തംഭിച്ചു നിന്നുപോയി. യക്ഷികളുടെ പ്രവചനം ശരിയായേക്കാമെന്ന് മാക്ബത്ത് കരുതി. മനസ്സിലിരിക്കാതെ യക്ഷിക്കഥ അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ലേഡി മാക്ബത്താണെങ്കിൽ അധികാരഭ്രമമുള്ള ഒരു സ്ത്രീയായിരുന്നല്ലോ. നല്ലവനായ രാജാവിനെ വകവരുത്തിയിട്ടാണെങ്കിലും സ്കോട്ട്ലൻഡിൻ്റെ റാണിയാകണമെന്ന് അവർ തീരുമാനിച്ചു. യുദ്ധത്തിൽ വിജയിച്ചെത്തിയ മാക്ബത്തിനെ അഭിനന്ദിക്കാൻ രാജാവ് അയാളുടെ ഭവനത്തിലേക്ക് വന്നു. എന്തൊരു ഹൃദയപൂർണമായ സ്വീകരണമായിരുന്നെന്നോ രാജാവിന് ലഭിച്ചത്. ആതിഥേയരുടെ സ്നേഹസൽക്കാരത്തിൽ മതിമറന്ന രാജാവ് തൻ്റെ വജ്രമോതിരം ലേഡി മാക്ബത്തിന് നൽകി. അവളൊരു സ്ത്രീയാണ്, വഞ്ചനയെ പുഞ്ചിരിയിൽ ഒളിപ്പിക്കാൻ അറിയുന്ന സ്ത്രീ. മാക്ബത്ത് ദമ്പതികളുടെ വിവാഹ സ്നേഹവായ്പിൽ വീർപ്പുമുട്ടിയ രാജാവ് അവരുടെ വീട്ടിൽ ഒരു ദിവസം തങ്ങാൻ തീരുമാനിച്ചു. രാജാവ് ഡ്യുങ്കന്റെ അംഗരക്ഷകരെ ലേഡി മാക്ബത്ത് വീഞ്ഞുകൊടുത്ത് ഉറക്കി. പ്രിയങ്കരനായ രാജാവിനെ വകവരുത്താൻ മാക്ബത്ത് അറച്ചുവെങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയ അയാൾ രാജാവിനെ കിടപ്പുമുറിയിലേക്ക് പോയി. ശാന്തമായി ഉറങ്ങുന്ന ഡ്യുങ്കന്റെ മാറിൽ കഠാര കുത്തിയിറക്കി. ലഹരിയിൽ മയങ്ങിക്കിടന്ന ഭടന്മാരുടെ ശരീരഭാഗത്ത് രാജരക്തം കോരിയൊഴിച്ചത് ലേഡി മാക്ബത്തായിരുന്നു. നേരം പുലർന്നപ്പോൾ ഭടന്മാർ പിടിയിലായി. ഡ്യുങ്കന്റെ 2 മക്കളും അച്ഛൻ്റെ അറും കൊലയിൽ ഭയന്ന് രാജ്യം വിട്ടുപോയി. അങ്ങനെ മാക്ബത്ത് രാജാവായി. യക്ഷികളുടെ പ്രവചനം ഫലിച്ചു. പക്ഷേ രാജകീയ സുഖങ്ങളൊന്നും മാക്ബത്തിന് ദമ്പതികൾക്ക് മനഃശാന്തി നൽകിയില്ല. ക്രൂരമായ കൊലപാതകത്തിൻ്റെ ഓർമ്മ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവർക്ക് ഉറക്കമില്ലാത്ത രാവുകൾ വന്നു. ചതിയിലൂടെ കൈക്കലാക്കിയ രാജ്യമിനി ബാൻകോയുടെ മകൻ്റേതാകുമെന്ന പിശാചുക്കളുടെ പ്രവചനത്തെ അവർ ഭയന്നു. ഒടുവിൽ മറ്റൊരു ചതിപ്രയോഗത്തിലൂടെ ബാൻകോയുടെയും മകന്റെയും കഥ കഴിക്കുവാൻ മാക്ബത്ത് തീരുമാനിക്കുന്നു. ബാൻകോയെ വധിക്കാൻ കഴിഞ്ഞു, പക്ഷേ മകൻ രക്ഷപ്പെട്ടു. വിധി തടയാൻ ആരെക്കൊണ്ട് സാധിക്കും? രാജ്ഞി ലേഡി മാക്ബത്തിന് ഉറക്കമേയില്ല. മനുഷ്യരക്തം കൈകളിൽ പറ്റിയിരിക്കുന്നതായി അവർക്ക് തോന്നി. ഒടുവിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ചതിയുടെയും വഞ്ചനയുടെയും ഞെട്ടിക്കുന്ന കഥകൾ അറിഞ്ഞ ലോകം മാക്ബത്തിനെ അതിയായി വെറുത്തു. അയാൾ വേട്ടയാടപ്പെടുകയാണ്. ലോകവും മനസാക്ഷിയും മാക്ബത്ത് രാജാവിനെ ശപിക്കാൻ തുടങ്ങി. മാക്ബത്ത് വീണ്ടും യക്ഷി കഥകളെ തേടിപ്പോയി. അവർ ആർത്തു വിളിച്ചു. പിന്നെ പറഞ്ഞു, സ്ത്രീ പ്രസവിച്ച ആർക്കും രാജാവിനെ കൊല്ലാൻ കഴിയില്ല. പിർനാമിലെ കാട് നടക്കുവോളം മാക്ബത്ത് പരാജയപ്പെടില്ല. മാക്ബത്ത് ധൈര്യപൂർവ്വം മടങ്ങി. കൊല ചെയ്യപ്പെട്ട ഡ്യുങ്കൻ രാജാവിൻ്റെ മകൻ സൈന്യവുമായി സ്കോട്ട്ലൻഡിലേക്ക് വന്നു. സൈന്യബലം ദുരെന്നും അറിയിക്കാൻ അവർ മരക്കൊമ്പുകൾ വെട്ടി മറയായി പിടിച്ചാണ് നീങ്ങിയത്. മാക്ബത്ത് വിവരമറിഞ്ഞു. പിർനാവിലെ കാടുകൾ നടന്നു തുടങ്ങിയിരിക്കുന്നു. ഗത്യന്തരമില്ലാതെ അയാൾ പടക്കളത്തിലേക്ക് കുതിച്ചു. മാക്ബത്ത് വിധിച്ച ഡ്യുങ്കന്റെ പുത്രൻ ബാൻകോയുടെ പുത്രൻ പ്ലീൻസും മാൽക്കമും ശത്രു സൈന്യത്തെ നയിച്ചവരാണ്. ഉഗ്രയുദ്ധം അവിടെ നടന്നു. മാൽക്കം മാക്ബത്തിനെ നേരിട്ടു. മാക്ബത്ത് അലറി, സ്ത്രീ പ്രസവിച്ച ആർക്കും എന്നെ കൊല്ലാനാകില്ല. മറുപടി മാൽക്കത്തിൻ്റെ അട്ടഹാസമായിരുന്നു. ഞാൻ കൊല്ലും, എന്നെ പ്രസവിച്ചതല്ല, വയറ് കീറിയാണ് എടുത്തത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. മഹാവഞ്ചകനായ നിന്റെ തല എനിക്ക് വേണം. മാൽക്കം ഗർജിച്ചു.
മാപ്പിരക്കാൻ മാക്ബത്തിനെ കിട്ടില്ല. അയാൾ ഉഗ്രമായി ചെറുത്തു നിന്നു. പിന്നെ വാൾത്തലപ്പിന് മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ചു. മാൽക്കത്തിന് ശേഷം ഫ്ലീൻസാണ് രാജ്യം ഭരിച്ചത്. അങ്ങനെ യക്ഷികളുടെ പ്രവചനം ഫലിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.